ശ്രീ വട്ടിയൂർക്കാവ് അജിത് കുമാർ, നമ്മുടെ രാഹുൽ മാങ്കൂട്ടം MLA ഒരു കേസിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. അതിൻ്റെ മുൻകൂർ ജാമ്യം തേടിയുള്ള ഹർജിയിൽ അടുത്ത് തന്നെ വിധി പറയും. മറ്റൊരു കേസിലും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കാൻ പോവുകയാണ് കോടതി. ഒരു MLA ഇത്തരത്തിൽ ആരോപണ വിധേയനായി ഇങ്ങനെ ഒരു കേസിൽ പ്രതിയായി മുൻകൂർ ജാമ്യം തേടി അദ്ദേഹം ഒളിവിൽ കഴിയുകയാണ്. അദ്ദേഹം എവിടെയാണെന്ന് പോലീസിനും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തെ പിന്തുണച്ചു, സോഷ്യൽ മീഡിയയിലൂടെ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാണ് നമ്മുടെ ആക്ടിവിസ്റ്റായ രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്, റിമാൻഡിലാണ്. രാഹുൽ ഈശ്വറും താമസിയാതെ ജാമ്യം കിട്ടിയേക്കുമെന്ന് തോന്നുന്നു, അറിയില്ല. അതുപോലെ മറ്റൊരു രാഷ്ട്രീയ നേതാവ് സന്ദീപ് വാര്യർ അങ്ങനെ ഒരു കേസിൽ പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഈ ഒരു സംഭവത്തെ, ഈ MLAക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഈ പരാതിയും ഈ ആരോപണങ്ങളും അതിൻ്റെ ചുവട് പിടിച്ച് ഒരു ആക്ടിവിസ്റ്റ് ജയിലിലാവുന്നു, മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേസിൽ പെടുന്നു. എങ്ങനെയാണ് ഈ വിഷയത്തെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ കാണുന്നത്? ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇതിനു മുന്നേയും ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ, MLAമാരും മന്ത്രിമാരും പെണ്ണുകേസിൽ പെട്ടിട്ടുണ്ട്. കാര്യം പെണ്ണുകേസ് എന്ന് പറയുമ്പോൾ ആരെയും പെട്ടെന്ന് കുരുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവ നേതാവ് വളരെ പെട്ടെന്ന് കേരളത്തിൽ ഒരു ചലനം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ഭാവിയിൽ മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള, അതിന് കഴിവുള്ള, ശക്തമായിട്ട് തൻ്റെ നിലപാടുകൾ ചാനൽ ചർച്ചകളിൽ വന്ന് പറയുന്ന അങ്ങ് ധീരനായിട്ടൊരു നേതാവാണ് വളർന്നു വന്നത്. ആ നേതാവിനെ ഒതുക്കുക എന്നുള്ളത് ഒരു അജണ്ടയായിട്ട് കോൺഗ്രസിലെ തന്നെ പല മുതിർന്ന നേതാക്കന്മാർക്കും ആവശ്യമായിട്ട് വന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ ഈ കേസിൽ, ഇങ്ങനെ ഒരു കേസിൽ പെടുത്തുന്നത്. ഇത് പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇവിടെ പെണ്ണും ആണും ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ മറുഭാഗത്ത് നിൽക്കുന്ന ഈ പരാതിക്കാരിയും തെറ്റുകാരിയാണ്. കാരണം പരസ്പര സമ്മതത്തോടു കൂടിയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് സുപ്രീം കോടതി നിയമം വരെ ഉണ്ട്. ഇവിടെ സുപ്രീം കോടതി വരെ പറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം ഒരു പ്രതിയാകുന്നത്, ബലാത്സംഗ വീരനാകുന്നത്, ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് എന്തടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ MLA ആയിട്ടുള്ള, ഇപ്പം നിലവിൽ MLA ആയിരിക്കുന്ന അല്ലെങ്കിൽ മന്ത്രി ആയിരിക്കുന്ന പലർക്കും ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് കേരള ജനത ഇന്നും വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നവർക്ക് സംരക്ഷണം കൊടുത്ത് അവർ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കാതെയും അവർ ഒരുപാട് നാൾ ഒളിവിൽ പോകാതെയും ഒക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനും അതിൻ്റെയൊക്കെ പരിഗണന കിട്ടേണ്ടത് തന്നെയാണ്. പക്ഷേ ഇവിടെ വന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ശക്തമായിട്ട് അനുകൂലിച്ച ഒരു വ്യക്തി, ഞാനും അദ്ദേഹത്തെ അനുകൂലിച്ച ആളാണ്. അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് ഇവിടെ ഒരു ഇരട്ട നീതി, ഇരട്ടത്താപ്പ് ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനോടൊന്ന്, മറ്റു ചിലരോട് വേറൊരു രീതി. ഇത് സംഭവിക്കുന്നു എന്നാണ് അങ്ങ്? തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ നിലപാടുകളാണ്. അതാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും. ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തെ തള്ളി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരിലും ഇതുപോലെ പീഡന വീരന്മാരുണ്ട്. ഇവിടെ മറുഭാഗം CPM നോക്കുകയാണെങ്കിലും ഭരണപക്ഷത്ത് നോക്കുകയാണെങ്കിലും അവിടെയും ഇതുപോലുള്ള പെണ്ണ് കേസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ കുറഞ്ഞ പീഡനവും അത് പാർട്ടി കണ്ടെത്തിയത് അതൊക്കെ തമാശയാണ്. പാർട്ടി കണ്ടെത്തിയത് അവിടെ തീവ്രത കുറവും രാഹുൽ മാങ്കൂട്ടത്തിന് തീവ്രയും കൂടി. കാര്യം പ്രായത്തിൻ്റെ ആയിരിക്കാം. മറ്റുള്ളതൊക്കെ നല്ല പ്രായമുള്ള ടീമുകളും ഇദ്ദേഹം ഒരു ചെറുപ്പക്കാരനുമായതുകൊണ്ട് തീവ്രത കൂടുതലായിരിക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ പെൺകുട്ടി പറഞ്ഞാണ് ഇത് കുറച്ച് തീവ്രത കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടാണല്ലോ ഒന്നിലധികം പ്രാവശ്യം ബന്ധപ്പെടാൻ പോയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നിലധികം പ്രാവശ്യം ശാരീരിക ബന്ധത്തിൽ ഒരേ വ്യക്തി ബന്ധപ്പെടണമെങ്കിൽ അദ്ദേഹത്തിന് തീവ്രതയും കൂടുതലായിരിക്കും. അദ്ദേഹത്തോട് ഈ പെൺകുട്ടിക്ക് താല്പര്യം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം, ഇപ്പോൾ ബലാത്സംഗമായാലും പീഡനമായാലും ഒറ്റ പ്രാവശ്യം നടക്കും. അതിനപ്പുറം രണ്ടാമതുണ്ടെങ്കിൽ അത് താല്പര്യത്തോടുകൂടി, ഇഷ്ടത്തോടുകൂടി വരാം. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ
രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന ആക്ടിവിസ്റ്റുകൾ, അദ്ദേഹത്തിൻ്റെ ചില സഹപ്രവർത്തകർ, ഇവരെയൊക്കെ കേസിൽ പ്രതി ചേർക്കുകയാണ്. ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന ഈ സമയം എന്ന് പറഞ്ഞാൽ ഇലക്ഷനാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തേക്കുള്ള ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഈ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ പറയുന്ന ഭരണപക്ഷത്തിന്, ഞാനും ആ പാർട്ടിയെ വിശ്വസിക്കുന്ന ഒരാളാണ്, ഞാനിപ്പോൾ ഇലക്ഷൻ വോട്ടൊന്നും ഇടാൻ പോകാറില്ല, പക്ഷേ ഇന്നിട്ടു. ഇത് എൻ്റെ ഒരു അനിയനാണ് നിൽക്കുന്നത്, അതുകൊണ്ട് പാർട്ടിയിൽ ഞാൻ പോയി ഇട്ടു. അപ്പോൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഈ ഭരണ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാതെ വരുമ്പോൾ അവിടെ ഒരു പെണ്ണ് കേസ് എടുത്തിടുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇലക്ഷൻ ആയുധമായി മാറി. തീർച്ചയായിട്ടും പെണ്ണിനെ വെച്ച് കളിക്കുന്ന ഹീനമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇവിടെ വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിനി എന്ന് പറയുന്ന നടി, നമുക്കൊന്നും അറിയില്ല, ഈ ആരോപണം വന്നപ്പോഴാണ് റിനി നടിയാണെന്ന് അറിയണത്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനത്തെ രംഗത്തിറക്കുകയും ഒരു മാങ്കൂട്ടത്തിനെതിരെ ഒരു അവ്യക്തമായിട്ടുള്ള ഒരു ആരോപണം കൊടുക്കുകയും അതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി വേറെ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള സ്ത്രീകളെ ഇറക്കുകയാണ്. ആദ്യം ഒരാളെ ഇറക്കി, പിന്നീട് വേറൊരാളെ ഇറക്കി, രണ്ടുപേര്. അപ്പോൾ ഇങ്ങനെ ഇറക്കി ഇയാൾ പീഡിപ്പിക്കുന്നു, ഇയാൾ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ കേസുകൾ കൊടുക്കുകയും ഇതിൻ്റെ പിന്നെയുള്ളത് ഇവരെ സപ്പോർട്ട് ചെയ്ത എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വർ, ഞാനുണ്ട്, മറ്റു ചിലരുണ്ട്. അപ്പോൾ നമ്മുടെ സന്ദീപ് വാര്യർ, ഇവരെയൊക്കെ ഒരു കേസിൽപ്പെടുത്തി ഇവർക്കെതിരെ നടപടികളുണ്ടായാൽ ശ്രദ്ധ അങ്ങോട്ട് പോകും. ഇപ്പോൾ ദിലീപിന്റെ കേസ് വരുന്നതിന് മുമ്പേ എല്ലാം രാഹുൽ മാങ്കൂട്ടമായിരുന്നല്ലോ ചർച്ച. ഈ ശബരിമല, അതാ പറയാൻ വന്നത്, ശബരിമല സ്വർണ്ണപ്പാളിയും കാര്യങ്ങളെല്ലാം മുങ്ങിയില്ലേ? യഥാർത്ഥത്തിൽ അതാണ് ചർച്ചയിൽ വരേണ്ടത്. അതാണ് ചർച്ചയിൽ കത്തി നിന്ന് കാര്യങ്ങൾ ജനശ്രദ്ധ പിടിച്ചു പറ്റേണ്ട സാധനത്തെ അതിനെ ഒതുക്കുവാൻ വേണ്ടിയിട്ട് മാങ്കൂട്ടത്തിനെ കത്തിച്ചു വിട്ടു എന്നുള്ളതാണ്. അത് കത്തിച്ചു വിടാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ മാധ്യമങ്ങളെയും വിട്ടികളാക്കി എന്നുള്ളതാണ്, അത് വേറെ സത്യം. അപ്പോൾ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഈ പെൺകുട്ടിയുടെ ഫോട്ടോയോ പേരോ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. അദ്ദേഹം ഞാൻ പറയുന്ന അത്രയും പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അദ്ദേഹം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം ഈ പെൺകുട്ടി വിവാഹം കഴിഞ്ഞതാണ് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആൾ രാഹുൽ ഈശ്വറാണ്. യഥാർത്ഥം പറഞ്ഞാൽ കേരള ജനത, സ്ത്രീകൾ ഉൾപ്പെടെ, പെൺകുട്ടികൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യാൻ കാരണമാക്കിയ ഒരേ ഒരു കാര്യം, ഈ സ്ത്രീ വിവാഹം കഴിഞ്ഞതാണ്. വിവാഹം കഴിഞ്ഞ് മാസങ്ങളാകുന്നതിന് മുമ്പേ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ചങ്ങാത്തം കൂടുകയും അതിൽ ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു എന്ന് പറയുന്നൊരവസ്ഥ, പ്രഗ്നൻ്റായി എന്ന് പറയുന്നൊരവസ്ഥ. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് കള്ളത്തരത്തിൻ്റെ അങ്ങേറ്റമാണ് ഈ യുവതി എന്ന് കേരള ജനത മൊത്തം മനസ്സിലാക്കിയ സമയം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളിനെ ഇപ്പോൾ ഒതുക്കിയിലായെങ്കിൽ, അതുകൊണ്ടാണ് ഉടനെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാം കൂടി വന്നപ്പോൾ രാഹുൽ ഈശ്വറിനെ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ അദ്ദേഹത്തെ കയറി അറസ്റ്റ് ചെയ്യുക, എന്നിട്ട് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയാണ്. റിമാൻഡ് ചെയ്തിട്ട് മാത്രമോ? എനിക്ക് തോന്നുന്ന ജഡ്ജി ഉൾപ്പെടെ കൂട്ടുനിന്നു എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ജഡ്ജി ഇത്രയും ദിവസം ലീവ് എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണമെങ്കിൽ ഈ ജഡ്ജി വന്നാലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ അദ്ദേഹം ലീവ് ആയതുകൊണ്ട് തന്നെ ആ കോടതിയിലുള്ള കേസുകളെല്ലാം മറ്റൊരു കോടതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ പറ്റില്ല. കാരണം ആ ജഡ്ജി വാദം കേട്ടിരിക്കുകയാണ്, ഇവരുടെ ജാമ്യ ഹർജിയിൽ വാദം കേട്ടിരിക്കുകയാണ്. ഈ വാദം കേട്ട ജഡ്ജിക്ക് മാത്രമേ ജാമ്യം കൊടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഇത് ഈ രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പരാതിയുണ്ട്. അപ്പോൾ ആദ്യത്തെ കേസിലെ പറയുന്നത് പോലെയല്ല, രണ്ടാമത്തെ കേസിൽ കുറച്ചുകൂടെ കൃത്യമായി കടുത്ത പരാതികളാണ്, കടുത്ത വിഷയങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെയും ഈ തരത്തിൽ വേട്ടയാടുന്നു എന്നൊരഭിപ്രായമാണ് അങ്ങേക്കുള്ളത്. തീർച്ചയായിട്ടും വേട്ടയാടുന്നതാണല്ലോ, വേട്ടയാടലിൻ്റെ ഉദാഹരണമാണല്ലോ രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുന്നത്. എന്ത് ചെയ്തിട്ടാണ്? പീഡിപ്പിച്ചു എന്ന് ആരോപിച്ചവരും മറ്റുള്ള എല്ലാവരും പുറത്തു നിൽക്കുമ്പോൾ സത്യം വിളിച്ചു പറഞ്ഞ ആളാണ് നേരെ ജയിലിൽ പോയി കിടക്കുന്നത്. അത് 1-2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തിനപ്പുറം അല്ലെങ്കിൽ 4ാമത്തെ ദിവസം ജാമ്യം കൊടുക്കേണ്ട ഒരാളാണ് ഇപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലായി ജയിലിൽ കിടക്കുന്നത്. അത് തന്നെ അനീതിയല്ലേ? അപ്പോൾ ഇവിടെ നീതിയല്ല നടപ്പിലാവുന്നത്, അനീതിയാണ് ചില സമയത്ത് നടപ്പിലാവുന്നത്. അതായത് ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്നാണ് അങ്ങ് ആരോപിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടവും രാഹുൽ ഈശ്വറും അതിൻ്റെ ഒരു ഉപോൽപ്പന്നം പോലെ
രാഹുൽ ഈശ്വറും സന്ദീപ് വാര്യരും ഒക്കെ വേട്ടയാടപ്പെട്ടു. രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുന്നു. അതെ. ഇനിയിപ്പോ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നത് എന്നാണെന്ന് നമുക്ക് നാളെ ജാമ്യം കിട്ടും. നാളെ കിട്ടും. പുള്ളി എന്തായാലും ഇപ്പോ ഈ കേസ് വളരെ ഇതായി മുന്നോട്ട് പോകുന്നു. കേസ് അന്വേഷിക്കട്ടെ, വസ്തുതകൾ ഈ പറഞ്ഞതുപോലെ കോടതിക്ക് മുന്നിൽ വരട്ടെ. കോടതി തെളിവുകൾ പരിശോധിച്ച് തീരുമാനിക്കേണ്ടത് ആരാണ് കുറ്റവാളി, ആരാണ് നിരപരാധി. സുപ്രീം കോടതി ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പരസ്പര സമ്മതത്തോടു കൂടിയിട്ടുള്ള ലൈംഗിക ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം കുറ്റകൃത്യമല്ല എന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് മറ്റൊരു വിധിയും പറഞ്ഞിട്ടുണ്ട്. പരസ്പരം അങ്ങനെ ഒരുമിച്ച് ലിവിങ് ടുഗദർ പോലെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കാരണം കൊണ്ട് വേർപിരിയുമ്പോൾ ഉടനെ അതിനെ പീഡനമാക്കി ചിത്രീകരിക്കുന്നത് ശരിയായ കീഴ്വഴക്കമല്ല, നടപടിയല്ല. അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി വസ്തുതകൾ പരിശോധിച്ച് മാത്രമേ നടപടി എടുക്കാവുള്ളൂ എന്നും സുപ്രീം കോടതി അടുത്ത കാലത്ത് തന്നെ പറഞ്ഞു. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കോടതി വളരെ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ നമുക്ക് കോടതികളെ മാത്രമേ ആശ്രയിക്കാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മുടെ ഒരു വലിയൊരു പോരായ്മ അവിടെയാണ്. ഇതിന് ഒരുപാട് കാലമെടുക്കും. ദിലീപിൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ്, 8-8.5 വർഷം എടുത്തു. അതുപോലെ ഈ ഓരോ കേസിലും നീണ്ട കാലയളവ്. കോട്ടയത്ത് ഒരു അധ്യാപകൻ പരീക്ഷാ പേപ്പർ തുണ്ടുവെച്ച് എഴുതി പിടിച്ച കുട്ടി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ വർഷങ്ങളോളം അദ്ദേഹം നരകയാതന അനുഭവിച്ചു. ഒടുവിൽ നിരപരാധിയാണെന്ന് കണ്ട് അദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കി. ഈ കാലദൈർഘ്യം ഒക്കെ വളരെ കൂടുതലാണ് നിരപരാധിയാണെന്ന് തെളിയാൻ. അതുമാത്രമാണ് ഇതിനകത്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയം. മറ്റുള്ളതൊക്കെ ഈ രാഷ്ട്രീയ ആരോപണങ്ങളും ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികളും ഒക്കെയാണ് അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.